പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പ്രിൻസിപ്പൽ അനീഷ ഷംസ്. സെൻസ്ലെസ് വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത് എന്നും റാഗിംഗ് പരാതിയിൽ താൻ സ്വീകരിച്ച നടപടി ശരിയാണ് എന്നുമാണ് പ്രിൻസിപ്പലിന്റെ വാദം. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ മാധ്യമങ്ങളെയും പ്രിൻസിപ്പൽ അധിക്ഷേപിച്ചു. ഏറ്റവും നല്ല ഗിമ്മിക്ക് കുറേ ചാനലുകൾ, ഒരു ഗുഡ് ഫോർ നത്തിങ് കുറേ ചാനലുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവന്മാർ താഴെ വന്നിരുന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചാൽ കുറച്ച് അറ്റൻഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് കുറച്ച് സെൻസ്ലെസ് ആയിട്ടുള്ള പിള്ളേർ ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് കോളേജ് വിൽ എൻഡ് ചെയ്യുന്ന അതിന് അർത്ഥമില്ല. അവരുടെ ബുദ്ധി നേരെ വീഴുന്ന സമയത്ത് തന്നെ അവരെ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും ഒരാളുടെ ജീവിതം കളയാനുള്ള അവരുടെ ശ്രമത്തിന് ഒരു കോളേജ് കൂട്ടു നിൽക്കുക എന്നുള്ള പോളിസി എനിക്കില്ലാത്തത് കൊണ്ട് I'll stay with whatever position that I have taken. നിങ്ങൾക്ക് അതിൽ ക്രിട്ടിസൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യമുള്ള എന്തും ചെയ്യാം. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഇന്റേണൽ മാർക്ക് വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ സമരം മണിക്കൂറുകൾ പിന്നിട്ടു. സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം മാനേജ്മെന്റ് പിൻവലിച്ചെങ്കിലും പ്രിൻസിപ്പലിനെതിരെ നടപടി എടുക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ വിജയനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ പ്രിൻസിപ്പലിന്റെ ഒരു ശബ്ദ സന്ദേശം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടല്ലോ, മാധ്യമങ്ങളെയും അധിക്ഷേപിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ. എന്താണ് വിദ്യാർത്ഥികളുടെ നിലപാട് രാഹുൽ? ഉന്മേഷ്, ഒരുപറ്റം വിദ്യാർത്ഥികൾ ഈ കോളേജ് കെട്ടിടത്തിന് 4 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതിനിടയിൽ അവരെ താഴെ ഇറക്കുന്നതിനുള്ള കഠിന ശ്രമം പോലീസിന്റെയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിനിടയിലാണ് ഒരു വാട്സപ്പ് സന്ദേശം ഈ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് ഈ പ്രകോപനപരമായ സന്ദേശം അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെൻസ്ലെസ് കുട്ടികളാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. കുറച്ച് ക്യാമറ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും അതിന്റെ ലൈറ്റ് അടിച്ച് കാണിച്ചപ്പോഴേക്കും അവർക്ക് അറ്റൻഷൻ കിട്ടുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടാകാം ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുന്നതും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത് എന്നുള്ളൊരു പ്രകോപനപരമായ രീതിയിലാണ് പ്രിൻസിപ്പാളിന്റെ ഈ ശബ്ദ സന്ദേശം എത്തുകയും ചെയ്തത്. മാത്രമല്ല, ഈ സസ്പെൻഷൻ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ആ ശബ്ദ സന്ദേശത്തിൽ പറയുകയുണ്ടായി. മാത്രമല്ല, അത് ഒരു റാഗിംഗ് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ താൻ അതിൽ നിന്നൊട്ടും പിന്നോട്ടില്ല, ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, ഒരു കുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത നടപടിക്കെതിരെയാണ് ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് ആ ആരോപണ വിധേയമായ പെൺകുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് വന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇവിടെ സബ് കളക്ടർ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ ചർച്ച നടക്കുകയാണ്. ഈ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടക്കുകയാണ്. നിലവിൽ ഈ 7 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. അതായത് ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഈ കോളേജിനെതിരെ ഉണ്ടായി, പ്രിൻസിപ്പലിനെതിരെ ഉണ്ടായി. അതിന് പിന്നാലെ കഴിഞ്ഞ 4 ദിവസമായി കോളേജിൽ പ്രതിഷേധമുണ്ടായിരുന്നു. 7 കുട്ടികൾക്കെതിരെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടപടിയെടുത്തു. അവർക്ക് സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ഉത്തരവിറങ്ങി. അതിന് പിന്നാലെയാണ് ഈ വലിയ പ്രതിഷേധം ഉണ്ടായത്. കോളേജിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഉയർത്തുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയത്. എന്തായാലും ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതിനുള്ള നടപടിയിലേക്ക് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇത്തരം നടപടി, അതായത് മാർക്ക് ദാനം ഉൾപ്പെടെയുള്ള വിവാദം, വിദ്യാർത്ഥികളുടെ ആവശ്യം പ്രിൻസിപ്പലിനെതിരായ നടപടിയാണല്ലോ, പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണല്ലോ ആവശ്യം. മാനേജ്മെന്റ് അത്തരമൊരു ആവശ്യത്തിന് വഴങ്ങുമോ? മാനേജ്മെന്റ് നിലവിൽ അത്തരമൊരു തീരുമാനത്തിനോട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു ആ ആവശ്യത്തോട് അനുഭവപൂർവ്വമായിട്ടുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് വിവാദത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് മാനേജ്മെന്റ് അംഗീകരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും മുന്നിൽ മാനേജ്മെന്റിന്റെ അംഗം എത്തി പറയുകയും ചെയ്താണ്, മാധ്യമങ്ങളോടും അക്കാര്യം പറയുകയും ചെയ്താണ്. അത് തിരുത്തുന്നതിനുള്ള നിലപാട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രിൻസിപ്പാളിനെ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ കോളേജിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട എന്നൊരു നിലപാട് ആദ്യം മുതൽ തന്നെ ഈ മാനേജ്മെന്റിനുണ്ട്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഇത്ര മണിക്കൂർ 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു അനുനയ നീക്കം എന്ന നിലയ്ക്ക് ഈ പ്രിൻസിപ്പാളിനോട് അവധിയിൽ പ്രവേശിക്കാൻ കോളേജ് മാനേജ്മെന്റ് ഒരുപക്ഷെ നിർദ്ദേശിച്ചേക്കാം. അത്തരമൊരു സൂചന ലഭിക്കുന്നുണ്ട്. 13 ദിവസത്തേക്ക് പ്രിൻസിപ്പാൾ അവധിയിലേക്ക് പോകും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നിലവിൽ എന്തായാലും ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്.
രാഹുൽ വിജയനാണ് തൊടുപുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സമരം തുടരുകയാണ്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി. BJP സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ ഫലപ്രഖ്യാപനം സുപ്രീംകോടതി റദ്ദാക്കി. വീണ്ടും വോട്ടെണ്ണിയ ശേഷം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു. ബാലറ്റിൽ കൃത്രിമം കാണിച്ച വരണാധികാരി അനിൽ മസിഹയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സുപ്രീംകോടതി ജനാധിപത്യത്തെ രക്ഷിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയതായി സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കാൻ വരണാധികാരി ബോധപൂർവം ശ്രമിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ബാലറ്റ് പേപ്പറുകളിൽ വരണാധികാരി അടയാളം രേഖപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോടതിയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ ഉത്തരവാദിത്വം വരണാധികാരി ഏറ്റെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ്. അസാധുവാക്കിയ 8 വോട്ടുകൾ കൂടി പരിഗണിച്ചാണ് ആം ആദ്മി സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ചട്ടലംഘനത്തിന്റെ പേരിൽ വരണാധികാരിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലറ്റ് പേപ്പറുകളും ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനാധിപത്യം സംരക്ഷിച്ച സുപ്രീം കോടതിക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നന്ദി പറഞ്ഞു. हम सुप्रीम कोर्ट का बहुत बहुत शुक्रिया अदा करते हैं. ऐसे में सुप्रीम कोर्ट का ये जो फैसला है ये बहुत मायने रखता है जनतंत्र के लिए, और जनतंत्र को बचाने के लिए ये सुप्रीम कोर्ट का फैसला बहुत अहम है. ജനുവരി 30-നാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നതും BJPയുടെ മനോജ് സോങ്കറിനെ ഭരണാധികാരി അനിൽ മസിഹി മേയറായി പ്രഖ്യാപിച്ചതും. 24 ഡൽഹി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾക്ക് രൂപം നൽകി സർവകക്ഷി യോഗം. 3 മന്ത്രിമാരുടെ സംഘമാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി വയനാട്ടിലെത്തിയത്. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നാളെ വയനാട്ടിലെത്തും. മന്ത്രിമാരായ കെ രാജൻ, MB രാജേഷ്, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർവകക്ഷി യോഗം. വന്യജീവി ശല്യം നിരീക്ഷിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജനകീയ സമിതിക്ക് രൂപം നൽകും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും. വനവൽക്കരണം, അധിനിവേശ സസ്യനിർമ്മാർജ്ജനം എന്നിവ വേഗത്തിൽ നടപ്പാക്കും. ഇവയുൾപ്പെടെ 27 ഇന മാർഗനിർദ്ദേശങ്ങൾ സർവകക്ഷി യോഗം അംഗീകരിച്ചു. 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് മന്ത്രി MB രാജേഷ്. ഒരു തരത്തിലും ഇതിനെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാവരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇത് അതിനുപയോഗിക്കേണ്ട ഒരു അവസരമല്ല. ക്രൈസിസിന്റെ ഒരു സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പുൽപ്പള്ളിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. MLA-മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം UDF-ന്റെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ജില്ലയിലെ ചാർജുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ജില്ലയിൽ വരാതെ ഒരു യോഗം വിളിക്കാതെ ഇന്ന് 2 മന്ത്രിമാരുടെ എസ്കോർട്ടോട് കൂടിയാണ് വനവകുപ്പ് മന്ത്രി ജില്ലയിലെത്തിയിട്ടുള്ളത്. വയനാടിൻ്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിൻ്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ വയനാട് സന്ദർശിക്കും. വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 24 വയനാട്. മാനന്തവാടിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ച മന്ത്രിമാർക്ക് നേരെ കുടുംബത്തിന്റെ രോഷപ്രകടനം. വോട്ടിനു വേണ്ടി മാത്രം വന്നിട്ട് കാര്യമുണ്ടോ എന്ന് അജീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ ചോദിച്ചു. മന്ത്രിസംഘത്തിന് നേരെ UDF പ്രവർത്തകർ കരിങ്കൊടി വീശി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ UDF-ന്റെ രാപകൽ സമരം തുടരുകയാണ്.
ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ പൊലിഞ്ഞത് 2 ജീവൻ. എന്നിട്ടും ജില്ലയുടെ ചുമതലയുള്ള വനമന്ത്രി പോലും നേരിട്ടെത്താത്തതിൽ വലിയ വിമർശനം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനിടെയാണ് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, MB രാജേഷ് എന്നിവർ വന്യജീവി ആക്രമണത്തിന്റെ ഇരകളുടെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചത്. ബേലൂർ മക്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ മന്ത്രിമാർക്ക് നേരിടേണ്ടി വന്നത് അതിവൈകാരികമായ പ്രതികരണം. മനുഷ്യർക്ക് ആർക്കാ വില ഇവിടെ പാക്കത്ത് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും മൂടക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെയും വീടുകൾ മന്ത്രിമാർ സന്ദർശിച്ചു. മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, മലബാർ മദ്രാസനാധിപൻ മാർ സ്റ്റെഫാനോസ് ഗീവർഗീസ് മെത്രാപൊലീത്ത എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് UDFന്റെ രാപ്പകൽ സമരം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ തുടരുകയാണ്. K മുരളീധരൻ MP യാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. അതിനിടെ അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ 15 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചതിനെ BJP കർണാടക ഘടകം എതിർത്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സഹായിക്കാൻ സിദ്ധരാമയ്യ സർക്കാർ നികുതി പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് വിമർശനം. 24 വയനാട്. വയനാട് മാനന്തവാടിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മക്ന ഇന്ന് പുലർച്ചെ വീണ്ടും ജനവാസ മേഖലയിലെത്തി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവിലാണ് ആന എത്തിയത്. വനംവകുപ്പിന്റെ പട്രോളിംഗ് സംഘം ആനയെ നാഗർഹോള വനമേഖലയിൽ മച്ചൂർ ഭാഗത്തേക്ക് തിരിച്ചുകയറ്റി. ആന നിലവിൽ ഹൊസൂർഹടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വനത്തിലാണ് ഉള്ളത്. ഇന്നലെ നാഗർഹോള വനമേഖലയിലായിരുന്ന ആന പുലർച്ചെ 4 മണിയോടെയാണ് കേരള കർണാടക അതിർത്തി പ്രദേശമായ മരക്കടവിലെത്തിയത്. ആനയുടെ സിഗ്നൽ ലഭിച്ചുടൻ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് വനം വകുപ്പിന്റെ RRT സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പുലർച്ചെയോടെ കബനി നദി നീന്തിക്കടന്ന ആന മരക്കടവിലെ തോട്ടം മേഖലയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങിയെങ്കിലും ഫെൻസിംഗ് തടസ്സമായി. വനം വകുപ്പ് സംഘം ജനവാസ മേഖലയിലേക്ക് കടത്താതെ ആനയെ ബെല്ലൂർകൂപ്പ മച്ചൂർ ഭാഗത്തേക്ക് തുരത്തുകയായിരുന്നു. ആളുകളുടെ രാവിലെ മുതൽ വളരെ ഭയചകിതരായിട്ടാണ് ഇരുന്നത്. എങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ആളുകളുടെ സമയോചിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ജനനിബിഡമായ ഈ പ്രദേശത്ത് ആന കടക്കാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അവസാനം ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ബേലൂർ മഗ്ന മച്ചൂർ ഭാഗത്താണുള്ളത്. ആന നടന്നുപോയ കബനി തീരത്ത് കാൽപ്പാടുകൾ ദൃശ്യമാണ്. ഇതാണ് അവരുടെ ഒരു സ്ഥിരം പോയിൻ്റാണ്. കയറി നേരെ വയലിലെത്തും. അവിടെ ഞങ്ങളിവിടെ രാത്രി കാവൽ കൊടുക്കും. കൃഷിയുള്ളപ്പോൾ ഇക്കൊല്ലം കുറേ ഭാഗം ആനക്കാരുടെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പുഞ്ച കൃഷി മേലെ ഭാഗത്തേ ഉള്ളൂ. അങ്ങനെ എപ്പോഴത്തെ സ്ഥിതി. ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുമെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. വെറ്റിനറി സർജൻ അരുൺ ചക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 വയനാട്. അട്ടപ്പാടി ആനക്കട്ടി വട്ടലക്കിയിൽ ഭീതി വിതച്ച കൊമ്പനെ കാട് കയറ്റി. 2 മണിക്കൂറോളം ജനവാസ മേഖലയിൽ തുടർന്ന കൊമ്പനെ RRT സംഘവും നാട്ടുകാരും ചേർന്നാണ് തുരത്തിയത്. ആന വീടുകൾക്കിടയിലൂടെ ഓടിയത് പരിഭ്രാന്തി പടർത്തിയിരുന്നു. വന്യജീവി ആക്രമണമൊഴിയാതെ ജനവാസ മേഖലകൾ. ഇടുക്കി വെള്ളത്തൂവലിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. പുൽപ്പള്ളിയിലിറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. മലയാറ്റൂർ ഇല്ലിത്തോട്ടിലും അതിരപ്പള്ളിയിലും കാട്ടാനക്കൂട്ടമെത്തി. ഇന്നലെ ഉച്ചയോടെയാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ അക്രമകാരിയായില്ലെങ്കിലും അതിരപ്പള്ളിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം പെട്ടിക്കട തകർത്തു. തുമ്പൂർമൊഴിയിൽ പ്രവർത്തിക്കുന്ന കൊന്നക്കുഴി സ്വദേശി സുഹറയുടെ കടയാണ് പുലർച്ചെ 3 മണിയോടെ കാട്ടാനക്കൂട്ടം തകർത്തത്. പുൽപ്പള്ളി 56 ആശ്രാമംകൊല്ലി മേഖലകളിൽ ഇറങ്ങിയ കടുവയ്ക്കായി വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ്. കടുവയുടെ കാൽപ്പാടുകൾ നിരീക്ഷിച്ച് മയക്കുവെടി വെക്കാനാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം. 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. കടുവ മുന്നിൽ ചാടി ഒരു ബൈക്ക് യാത്രികനും പരിക്കേറ്റിരുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ രാത്രിയും പകലും വനം വകുപ്പ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്.
ഇടുക്കി വെള്ളത്തൂവലിൽ 2 ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നു. പുലി എന്ന സംശയത്തിലാണ് നാട്ടുകാർ. വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ സ്ഥാപിക്കാനാണ് തീരുമാനം. 24 ഇടുക്കി. മലപ്പുറം മുള്ളിയാർകുറിശ്ശിയിൽ ആടിനെ പുലി കടിച്ചുകൊണ്ടുപോയെന്ന് നാട്ടുകാർ. വൈകുന്നേരം 6 മണിയോടെ മാട്ടുമത്തൊടി ഉമൈറിന്റെ ആടിനെയാണ് കടിച്ചുകൊണ്ടുപോയത്. 1 മാസത്തിനിടെ 2ാം തവണയാണ് ആടിനെ വന്യമൃഗം ആക്രമിക്കുന്നത്. വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. വനംവകുപ്പ് കൂട് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരം പേട്ടയിൽ 19 മണിക്കൂറോളം കാണാമറയത്തിരുന്ന കുട്ടി കൊച്ചുവേളിയിലെ പൊന്തക്കാട്ടിൽ എത്തിയതിന്റെ സാധ്യതകൾ തെരഞ്ഞു പോലീസ്. കുട്ടിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോകലെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സൂചനകൾ ലഭിച്ചിട്ടില്ല. തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയിൽ ഉറച്ചു മാത്രം അന്വേഷണം നടത്തിയിരുന്ന പോലീസ് വഴിമാറുകയാണ്. കുട്ടിയെ കണ്ടെത്തിയ അറപ്പുര വിളാകത്തെ കാടുപിടിച്ച ചതുപ്പിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആളുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അറപ്പുര വിളാകത്തു നിന്നും ചാക്കയിലേക്കുള്ള ഇടറോഡ് വഴിയെത്തി കുളത്തിന് സമീപത്തുകൂടി കുറ്റിക്കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന സംശയത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ചു. എന്നാൽ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കാനുള്ള യാതൊന്നും കിട്ടിയില്ല. മാത്രവുമല്ല, ചില ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും തുമ്പില്ല. കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഇതോടെയാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു തുടങ്ങിയത്. ഇതിനായി ഡോക്ടർമാരടക്കം വിദഗ്ധരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. കുഞ്ഞിന്റെ രക്ഷിതാക്കളും മറ്റും സ്ഥിരമായി കുളിക്കുന്നത് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള കുളത്തിലാണ്. കുട്ടിക്കും ഈ സ്ഥലം പരിചയമുണ്ട്. കുഴിയിൽ വീഴാതെ ഇറങ്ങാനുള്ള സാധ്യതയും പോലീസ് കണ്ടെത്തി. ഇക്കാര്യത്തിൽ കുഞ്ഞിന്റെ മൊഴി നിർണായകമാകും. SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യും. കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കൗൺസിലിംഗ് ഉൾപ്പെടെ ഉറപ്പാക്കും. കുഞ്ഞിനെ CWC സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CMRL കൂടാതെ മറ്റേതൊക്കെ കമ്പനികൾ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നാണ് ആവശ്യം. അത്തരം കമ്പനികൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകിയോ എന്നും VD സതീശൻ ചോദിച്ചു. തോട്ടപ്പള്ളിയിൽ ധാതുമണൽ കൊള്ളയടിക്കാൻ KSIDC കൂട്ടുനിന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾ. മാസപ്പടിയിൽ 2021 ആരംഭിച്ച ED അന്വേഷണം എന്തിനു മറച്ചുവെച്ചുവെന്ന് ചോദിച്ച VD സതീശൻ അതിന് ഇടനില നിന്ന BJP നേതാക്കൾക്കും മറുപടി പറയാമെന്ന് കൂട്ടിച്ചേർത്തു. CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള ED അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന BJP-ക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. എക്സാലോജിക്കിന് സംഭാവനകൾ നൽകിയ കമ്പനികളെക്കുറിച്ചും അവർക്ക് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നും അടുത്ത ചോദ്യം. ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കും. CMRL കമ്പനി ഉടമ ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും എക്സാലോജിക് സ്വീകരിച്ച വായ്പാ തുക എവിടേക്ക് പോയെന്നതിലും മുഖ്യമന്ത്രിയോട് വ്യക്തത തേടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോജിക്കിൽ എത്തിയിട്ടില്ല. എവിടെ പോയി ബാക്കി പണം എവിടെ പോയി? ഇതിനിടെ തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ തനിക്കെതിരെ നൽകിയ കേസ് നിയമപരമായി നേരിടുമെന്നും ഷോൺ ജോർജും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ KMML ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് KSIDC refused to increase the offered rate. അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് KSIDC ആണ്. ഈ ഓർഡറിൽ കൃത്യമായി കാണുന്നുണ്ട്. ശ്രീകാന്ത് 24 കൊച്ചി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് ലഭിച്ചേക്കില്ല. 2 സീറ്റ് നൽകാൻ കഴിയൂവെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു എന്നാണ് സൂചന. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. CPI ഈ മാസം 26-നും CPIM ഈ മാസം 27-നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മറ്റെല്ലാ മുന്നണികളും 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലേക്കെത്തുമ്പോൾ UDF-ൽ ഇതുവരെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാനായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. ലീഗിന് 2 സീറ്റേ ഉണ്ടാകൂ എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് ധാരണ. എന്നാൽ ഇത് സമ്മതിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. ഒന്നിലധികം പ്രഖ്യാപിക്കേണ്ട CPI, CPM, കോൺഗ്രസ് ഞങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗിന് പ്രതീക്ഷ ഉണ്ടോ 3ാം സീറ്റിൽ ഇപ്പോഴും? നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയമല്ല. തീരുമാനമാകുമ്പോൾ പറയുന്നതല്ല. കോൺഗ്രസ് മത്സരിക്കുന്ന ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ചർച്ചകൾ തുടരുന്നത്. LDF-ൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 27-ഓടെ പൂർത്തിയാവും. സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം CPI 26-നും CPIM 27-നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥികളായി പേരുകൾ പലതും വരുമെന്നും തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണെന്നും CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. വാർത്തകൾ പല പേരും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയും LDF-ഉമാണ്. BJP-യും ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ച BJP-ക്ക് ഗുണം ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 25 വർഷമായി ലോക്സഭാംഗമായ സോണിയാഗാന്ധി അനാരോഗ്യത്തെ തുടർന്നാണ് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥികളായ ചുനിലാൽ ഗരാസിയ, മദൻ റാത്തോഡ് എന്നിവരും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗങ്ങളായി. പശ്ചിമബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സാഗരിക ഘോഷ്, സുഷ്മിത ദേവ്, മമത ബാല താക്കൂർ, നദിബുൽ ഹക്ക് എന്നിവരും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് രാഹുൽ ഗാന്ധി ജാമ്യമെടുത്തത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ അസമിലുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധി അടക്കം 11 പേർക്ക് അസം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സമൻസ് അയച്ചു. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെ ബംഗളൂരുവിലെ വാർത്താ സമ്മേളനത്തിൽ അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചുവെന്നാരോപിച്ച് BJP നേതാവ് വിജയ് മിശ്ര നൽകിയ മാനനഷ്ട കേസിലാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് രാഹുൽ കോടതിയിൽ ഹാജരായത്. 25,000 രൂപയുടെ ആൾജാമ്യത്തിലും അതേ തുകയുടെ വ്യക്തിഗത ബോണ്ടിലുമാണ് ജാമ്യം. രാഹുൽ നിരപരാധിയാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കോടതി ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ കോടതിയിൽ നിന്നും മടങ്ങി. നേരത്തെ കേസിൽ സമൻസ് അയച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കം 11 പേർക്ക് അസം പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സമൻസ് അയച്ചു. ഫെബ്രുവരി 23-ന് ഗുവാഹത്തിയിൽ CID ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമൻസ്. 24 ഡൽഹി. കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാനിരിക്കെ തിരിച്ചടി. മോട്ടോർ വാഹന നിയമപ്രകാരം ഹൈവേകളിൽ ട്രാക്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടു. ജനങ്ങൾ തടിച്ചുകൂടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പഞ്ചാബ് സർക്കാരിന് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളിയതോടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ സമരം ശക്തമാവുകയാണ്. മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് ട്രാക്ടർ ട്രോളികൾ ഹൈവേകളിൽ ഓടിക്കരുതെന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നിർദ്ദേശം. മൗലികാവകാശങ്ങൾ പോലെ ഭരണഘടനാപരമായ കടമകളും പാലിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ സമരം തടയാൻ ഹരിയാന പോലീസ് സ്വീകരിച്ച നിയന്ത്രണങ്ങളെയും കോടതി വിമർശിച്ചിരുന്നു. 5 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളിയ കർഷക സംഘടനകൾ 23 വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അനുകൂല സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. സർക്കാർ के मंत्री ने कहा था भी जो मांगे अभी रह गई है तो किसान लीडर भी बोलेंगे भी इस प्रस्ताव अच्छा है, तो हमने तो प्रस्ताव रद्द कर दिया. अब अन्य मांगों के ऊपर केंद्र क्या बोल रहा ये सुबह पता चल जाएगा. കൂടുതൽ ട്രാക്ടറുകളുമായി പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ശംഭുവിലേക്ക് എത്തുന്നുണ്ട്. പോലീസും സർവ്വസന്നാഹവുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സമരവുമായി വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നതിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് കേന്ദ്ര സർക്കാർ. 24 ഡൽഹി.
സംസ്ഥാനത്തെ ഉയർന്ന ചൂട് കണക്കിലെടുത്ത് 6 ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാം. ഈ ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തിന് അർഹമായ പണം ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജി പിൻവലിക്കണം എന്ന നിലപാട് ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാർച്ചിലെ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടെ കേന്ദ്രം സംസ്ഥാനത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. കേന്ദ്രവുമായി ഏത് സമയത്തും ചർച്ച നടത്താൻ തയ്യാറാണെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. അവർ പറഞ്ഞത് ഞങ്ങൾ പണം കൊടുക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ. പണം കൊടുക്കാം, പക്ഷേ അത് ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണം ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, സ്യൂട്ട് പിൻവലിച്ചാലേ പറ്റൂ. സത്യത്തിൽ അങ്ങേയറ്റം ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു നിലപാടാണ് യൂണിയൻ ഗവൺമെൻറ് സ്വീകരിച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അവകാശങ്ങൾ പലതുണ്ട്. വ്യക്തിപരമായ അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. അതിന് കോടതി പോകുക എന്ന് പറയുന്നത് നിയമപരമായൊരു അവകാശമാണ്, ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞും ശയനപ്രദക്ഷിണം നടത്തിയും ഉദ്യോഗാർത്ഥികൾ. PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് നിയമനം ആവശ്യപ്പെട്ട് സമരം നടത്തിയത്. $13,975 പേര് ഉൾപ്പെട്ട CPO റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത് 2019. നിയമനം ലഭിച്ചത് 3019 പേർക്ക് മാത്രം. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 55 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയത്. പോലീസിൽ ആൾക്ഷാമം രൂക്ഷമായിട്ടും നിയമന നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തയ്യാറാക്കുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. PSCയുടെ പുതിയ പരിഷ്കാരമായ പ്രിലിംസ്, മെയിൻസ് എന്നീ 2 ഘട്ടങ്ങളും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 2023 14,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നാളെ ഇതുവരെയായിട്ട് റാങ്ക് ലിസ്റ്റിന് 10 മാസം കാലാവധി കഴിഞ്ഞു. വെറും 3,500-ഓളം നിയമനങ്ങൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിലുള്ള പലരും പ്രായപരിധി കഴിഞ്ഞവരാണ്. ഇവർക്ക് ഇനിയൊരു യൂണിഫോം തസ്തികയിലേക്ക് അപേക്ഷിക്കാനാകില്ല. കൂടുതൽ നിയമനത്തിന് സർക്കാർ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-നുമെതിരെ വിമർശനം തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. കൊലയ്ക്ക് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരനും രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. CPIM നേതാക്കളെ വേട്ടയാടാൻ UDF സർക്കാർ കേസിനെ ഉപയോഗിച്ചു എന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. സത്യത്തിൽ ആ കേസിൻ്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട്. 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് ആ കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ 2 ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും മുൻകൈയുമില്ല എങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല. നിഷ്ഠൂരമായ ഈ കൊലപാതകം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർക്ക് യഥാർത്ഥ പങ്കുള്ള വ്യക്തിയാണ്. സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രം കോടതിയിൽ നിന്ന് വിട്ടുപോയതാണ്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞ രമയുടെ നീക്കത്തെ ഞങ്ങൾ സർവാത്മന പിന്തുണയ്ക്കുന്നു. CPIM-നെ വേട്ടയാടാൻ വേണ്ടി UDF ഭരണകാലത്ത് ആ കേസിനെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ശ്രമം ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് മോഹനൻ മാസ്റ്ററെ കീഴ്ക്കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചത് സാധൂകരിക്കുന്നതിലൂടെ വ്യക്തമാണ്.
ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ധനലഭ്യത ഉറപ്പാക്കുന്ന പദ്ധതി അവതരിപ്പിച്ച് LIC. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഡോക്ടർ വിവേക് ജോഷി അമൃത്പാൽ പോളിസി അവതരിപ്പിച്ചു. 30 ദിവസം മുതൽ 13 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കായി പദ്ധതിയിൽ അംഗത്വം ഉണ്ടാകും. കാലാവധി എത്തുമ്പോൾ 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. 5, 6, 7 എന്നിങ്ങനെ പരിമിത കാലത്തേക്കോ ഒറ്റത്തവണയായോ പ്രീമിയം അടയ്ക്കാം. വയനാട് ചുണ്ട ടൗണിൽ കാട്ടുപോത്തിറങ്ങി. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. കുറച്ചു സമയം റോഡിൽ നിലയുറപ്പിച്ച കാട്ടുപോത്ത് പിന്നീട് സമീപത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോയി. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, ഇത് ഒത്ത ജനവാസ മേഖലയാണ്. അതായത് ചുണ്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് കൽപ്പറ്റ കഴിഞ്ഞാൽ വൈത്തിരിക്ക് ഇടയിലുള്ള ആ പ്രദേശമാണ്. അത് പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. കൊല്ലകൽ ദേശീയ പാത കടന്നു പോകുന്നത് ഈ വഴിയാണ്. ആ ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കാട്ടാനയുടെ ശല്യമൊക്കെയുള്ള മേഖലയാണ് ഈ പ്രദേശം. കഴിഞ്ഞ ദിവസം ഈ കൽപ്പറ്റ ടൗണിൽ SKMG സ്കൂളിന് സമീപവും കാട്ടുപോത്തിനെ കണ്ടിരുന്നു. അതായത് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തുടർച്ചയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെ കാണേണ്ടതും. ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ ആണ് ഇത് ആദ്യം കണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇത് 10:35 കൂടി കയറി വരികയായിരുന്നു എന്നാണ് പറയുന്നത്. പൾസ് പ്രവർത്തകർ, അതായത് ഇവിടുത്തെ വയനാട് ജില്ലയിലെ സന്നദ്ധ സംഘടനയാണ് പൾസ്, അതിന്റെ പ്രവർത്തകരാണ് ഈ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പുണ്ടായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാഴ്ച. എന്തായാലും കൽപ്പറ്റയ്ക്കും വൈത്തിരിക്കും ഇടയിലാണ് ചുണ്ടൽ പ്രദേശം. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം നിലയുറപ്പിച്ച കാട്ടുപോത്ത് പിന്നീട് നേരെ തേയിലത്തോട്ടത്തിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസ് ഊരി KSEB. നടപടി വൈദ്യുതി ബില്ലിലെ കുടിശ്ശികയെ തുടർന്ന് കുടിശ്ശിക അടച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച 2 വകുപ്പുകൾ. ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടാർ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയവുമായി കോൺഗ്രസ്. പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി. മറ്റന്നാൾ ചർച്ച. BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്ത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് സ്വീകരണമൊരുക്കുന്നത് ചർച്ച ചെയ്യാൻ വിളിച്ച കൂടിയാലോചനാ യോഗത്തിലാണ് കമൽനാഥ് ഓൺലൈനായി പങ്കെടുത്തത്. അതേസമയം കമൽനാഥിന്റെ മകൻ നകുൽനാഥ് BJPയിൽ ചേർന്നേക്കും. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഡിസ്ട്രിക്ട് പോർട്ടൽ സംവിധാനം അട്ടിമറിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 88 വില്ലേജ് ഓഫീസുകളിൽ പരിശോധന. സന്ദേശ് ഖാലി കേസിൽ പശ്ചിമബംഗാൾ സർക്കാരിന് തിരിച്ചടി. സന്ദേശ് ഖാലിയിലെ നിരോധനാജ്ഞ കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് സന്ദേശ് ഖാലി സന്ദർശിക്കാൻ കോടതിയുടെ അനുമതി. അലക്സി നവൽനിയുടെ പോരാട്ടം തുടരുമെന്ന് ഭാര്യ യൂലിയ നവൽനി. സ്വതന്ത്ര റഷ്യയ്ക്കായി പോരാടുമെന്നും യൂലിയയുടെ വീഡിയോ സന്ദേശം. നവൽനിയുടെ മൃതദേഹം 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ വിട്ടു നൽകൂവെന്ന റിപ്പോർട്ടുകൾ. പാലക്കാട് കൊടുമ്പിലെ ഊരുവിലക്കിൽ ആരോപണ വിധേയനായ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ നടപടിയുമായി നേതൃത്വം. നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശം നൽകി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ഊരുവിലക്കിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. അത് ഒരാഴ്ചക്കുള്ളിൽ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ പറ്റില്ലെങ്കിൽ അതിന് ടൈം കൊടുക്കുന്നതാണ്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പാർട്ടി കുടുംബത്തെ LC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഊരുവിലക്കിയതിലാണ് പാർട്ടി നടപടി. ലോക്കൽ സെക്രട്ടറിയെ 1 മാസത്തെ നിർബന്ധിത അവധിയിലാണ് പ്രവേശിപ്പിച്ചത്. മറ്റൊരംഗത്തിന് താൽക്കാലിക ചുമതലയും നൽകി. വിഷയത്തിൽ ജില്ലാ നേതൃത്വം നേരിട്ടിടപെട്ടേക്കുമെന്ന സൂചനയ്ക്കിടയിലാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ തിരക്കിട്ട നടപടി. വിഷയത്തിൽ തങ്ങളെ ഊരുവിലക്കിയ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇരയാക്കപ്പെട്ട കുടുംബം. കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയെ കണ്ട കുടുംബം നിയമപരമായ സാധ്യതകളും തേടുന്നുണ്ട്. വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊരുവിലക്കപ്പെട്ട കുടുംബത്തോട് 1 ലക്ഷം രൂപ തെറ്റുപണം കെട്ടിവെക്കണമെന്നാണ് സമുദായം ആവശ്യപ്പെട്ടിരുന്നത്. 24 പാലക്കാട്. കേരള മെഡിറ്റേറ്റ് വിത്ത് ഗുരുദേവ് പരിപാടിയിൽ വിദ്യാഭ്യാസ മേഖലയിലെ മികവിനുള്ള പുരസ്കാരം ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഏറ്റുവാങ്ങി. ശ്രീ രവിശങ്കറിൽ നിന്നും ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർമാരായ CMA സന്തോഷ് കുമാർ KR, പോൾ ജോസഫ്, അക്കാഡമിക് ഹെഡ് ബിജി മാത്യു, മെന്റർ ആൻഡ് ഫാക്കൽറ്റി അരുൺ S ഉണ്ണിത്താൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി.
ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.